ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ആയിട്ട് കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ലൈനിങ് മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ദേ ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ മുകൾ വശം 2 പീസായിട്ട് ഇത് ഇതുപോലെ മടക്കാണ്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു രീതിക്കാണ് ഞാൻ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കണേ. ഇനി നമുക്കിതിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു കോളർ ടൈപ്പ് ഉള്ള കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. കോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഷോൾഡറാണ് മാർക്ക് ചെയ്യണേ. ഞാൻ പറഞ്ഞു കോളർ ടൈപ്പ് ആണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ആകെ 1/2 ഇഞ്ച് മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 7 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് 6.5 ഈ ഒരു ഷോൾഡർ കൊടുക്കാറ്. 1/2 ഇഞ്ചും കൂട്ടിയിട്ട് ഞാനൊരു 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് എവിടെയാണ് 7 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യണേ. ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് ആം ഹോളിൻ്റെ ഇറക്കം ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു അടിഭാഗത്തും 7 ഇഞ്ച് ഇല്ലേന്നൊന്ന് നോക്കിയതിന് ശേഷം അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ആം ഹോൾ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിലാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനിലാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ബസ്റ്റ് പോയിന്റിൻ്റെ ആ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പലരും ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ ആ ഫ്രണ്ട് പോർഷൻ പതിഞ്ഞിരിക്കും. അത് നമ്മൾ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ബസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 9.5 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ 10 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്കതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഷേപ്പ് ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 14.5 ഇഞ്ച് ഞാനിവിടെ ഷേപ്പ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പോയിന്റും നമുക്ക് സ്ട്രെയിറ്റ് അറ്റം വരെ വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനിലായിരിക്കും നമ്മുടെ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 19.5 ഇഞ്ചിലാണ് സ്ലിറ്റ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ 20 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 20 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 20 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അതങ്ങ് സ്ട്രെയിറ്റ് അറ്റം വരെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ വണ്ണം നമ്മൾ ഈ ഒരു ലൈനിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഇവിടെ 4 ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, ഇവിടെ നമ്മുടെ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, വേസ്റ്റ്, പിന്നെ സ്ലിറ്റ് ഓപ്പൺ. ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻ്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് 35.5 ഇഞ്ചാണ്. അതിൻ്റെ 4/1. പിന്നെ ലൈനിങ് ചുരിദാർ ആയതുകൊണ്ട് ഞാൻ 3/4 ഇഞ്ച് അതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 35.5 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 9.6 ആണ്. അപ്പോൾ 9.6 ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയാണ് 9.6, അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സീം ഞാൻ 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബസ്റ്റ് ബോഡിയിൽ നിന്ന് കിട്ടിയത് 37 ഇഞ്ചാണ്. 37 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും 2 ഇഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട്
ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 31 ഇഞ്ചാണ്. 31/4 അവിടെയും ഞാൻ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 8.5 ഇഞ്ച് നമുക്ക് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്ന് കിട്ടിയ അളവ് 39 ഇഞ്ചാണ്. 39/4 അതിൻ്റെ കൂടെ ഞാൻ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ആയാലും ഞാൻ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 1/2 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ആയാലും കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വയറൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് കുറച്ചധികം ലൂസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 10.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് അവിടെ 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ആ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ്, സ്ലിറ്റ് ഓപ്പൺ ഈ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് ഷേപ്പ് ചെയ്തങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടിവിസ്താരം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് സെയിം തന്നെയാണ് കേട്ടോ അടിഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ 10.5 ഇഞ്ചും 1 ഇഞ്ചുമാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത്. ആ സെയിം 10.5 ഇഞ്ച് തന്നെയാണ് ഈ ഒരു അടിഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ 1 ഇഞ്ച് തന്നെ ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തു. മിഡിലായിട്ട് ഞാൻ ആ സെയിം മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 10.5 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്കതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു പോവാം. അങ്ങനെ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഞാൻ 40 ഇഞ്ചാണ് കേട്ടോ ലൈനിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്ത് ഇപ്പോൾ 40 ഇഞ്ച് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. നമ്മൾ അടിയിലേക്ക് എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് പോവും. 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 7 1/2 ഇഞ്ച് പോയി കഴിഞ്ഞാൽ 6.5 വരിക. അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടതേ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തു. ആ ഒരു കറക്റ്റ് പകുതി കണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ജസ്റ്റ് ഇല്ലേ ആ ഒരു പോയിന്റ് വരെ നമുക്ക് ആ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഷർമെൻറ്റ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുകൾ ഭാഗം മടക്കാണ്. അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ ആം ഹോൾ മാത്രം ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം ഇതാണ് ബാക്ക് പോർഷൻ. ഞാനതൊന്ന് മാറ്റി വെച്ചു. ഇനി ഫ്രണ്ടിൽ ആം ഹോൾ മാത്രം ഒന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇവിടെ ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ആം ഹോള് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്.
ഹോൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് കളയാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ലൈനിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പോർഷനിലെ ലൈനിങ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലെ ലൈനിങ് നമ്മൾ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആം ഹോൾ ഫ്രണ്ടിലും ബാക്കിലും കുഴിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിലെ പീസ് വെച്ചിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ മെറ്റീരിയൽ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ലൈനിങ്ങിനേക്കാൾ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഈ ഒരു ബാക്ക് പോർഷൻ്റെ ലൈനിങ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ ഫാബ്രിക്. അപ്പോൾ ഈ ഒരു മെയിൻ ഫാബ്രിക് ഞാൻ 1.5 മീറ്ററാണ് ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പെർ മീറ്റർ 285 കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കുർത്തിയുടെ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ കോളറാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്കിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ കോളറിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു കുർത്തിയുടെ നെക്ക് പാറ്റേൺ ആയിരിക്കും കേട്ടോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.